Verification and valuation of assets and liabilities too. നമ്മൾ പറഞ്ഞതാണ് എന്താണ് വെരിഫിക്കേഷൻ എന്നും എന്താണ് വാല്യുവേഷൻ എന്നും നമ്മൾ പറഞ്ഞതാണ്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് എവിഡൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് കറക്റ്റ്നെസ് ഓഫ് വാല്യൂ ആൻഡ് ദി എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്. എക്സിസ്റ്റൻസ് ഓഫ് അസറ്റിന് എന്ത് ചെയ്യുക, അതുപോലെ അതിൻ്റെ വാല്യൂവിനൊക്കെ എന്ത് ചെയ്യുക, പരിശോധിക്കുന്നതിന് എന്ത് വിളിക്കുന്നത്, വെരിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ എന്നാൽ വാല്യുവേഷൻ എന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാല്യുവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഡിറ്റർമിൻഡ് വാല്യൂസ് ഓഫ് അസറ്റ്സ് ആണ് എന്ത് വാല്യുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം ചില അസറ്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു അസറ്റാണ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സിൽ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാല്യുവേഷൻ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സിൽ നമ്മൾ ഒരു അസറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, ലോൺസ് അഡ്വാൻസ്ഡ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, അതുപോലെ തന്നെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി, സ്റ്റോക്ക് ഇൻ ട്രേഡ്. ഇത്രയും അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തതാണ്. ഇനിയുള്ളത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്. ഇതിൻ്റെ എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷന് വേണ്ടി സ്പെൻഡ് ചെയ്ത എമൗണ്ട് സാധാരണയായിട്ട് കാണിക്കുക പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിലാണ്. ഈ കൺസേണിനൊക്കെ ആണെങ്കിൽ അതിനെന്തുണ്ടാവും, ഒരു പ്ലാൻ രജിസ്റ്റർ ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് രജിസ്റ്റർ ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ടായിരിക്കും. അതിന് പ്ലാൻ രജിസ്റ്റർ എന്നറിയും. അതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്, മെഷീനറിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കോസ്റ്റ്, പ്രൊവിഷൻ ഓർ ഡിപ്രീസിയേഷൻ ഒക്കെ എന്ത് ചെയ്യുന്നു കാണിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുക ആ പ്ലാൻ രജിസ്റ്ററിലാണ്. ഈ രജിസ്റ്റർ എന്ത് ചെയ്യും, ഓഡിറ്റർ എന്ത് ചെയ്യുന്നു, പ്രൊവിഷൻ ആഡിക്കേറ്റ് ആണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓഡിറ്റർക്ക് ഒരു ഷെഡ്യൂളിന് ആവശ്യപ്പെടാം. ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി തരാൻ വേണ്ടിയിട്ട് പറയാം. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഷെഡ്യൂൾ സർട്ടിഫൈഡ് ബൈ ദി റെസ്പോൺസിബിൾ ഓഫീസർ. റെസ്പോൺസിബിൾ ഓഫീസർ സൈൻ ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ വാങ്ങിക്കുക. ഈ ഷെഡ്യൂളും നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാൻ രജിസ്റ്ററുമായിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്തിട്ട് വെരിഫിക്കേഷൻ നടത്തുകയാണ് ചെയ്യുക. പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ത് ചെയ്തു, ഈ പുതിയ വർഷത്തിൽ തന്നെ പർച്ചേസ് ചെയ്താണെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഇൻവോയ്സ് ഉണ്ടാവും, കറസ്പോണ്ടൻസ് ഉണ്ടാവും, എഗ്രിമെന്റ്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ പാർട്ട് ഓഫ് അസറ്റ് ഏതെങ്കിലും സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ക്രെഡിറ്റഡ് സെയിൽസ് മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റഡ് ആയി കാണിക്കണം. പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറൈസിങ് ഔട്ട് ഓഫ് സെയിൽസ് എന്ത് ചെയ്യണം, ക്ലാസിഫൈഡ് ആൻഡ് പ്രോപ്പർലി റെക്കോർഡ് ചെയ്തിരിക്കണം. അതുപോലെ ഓഡിറ്റർ അതിൻ്റെ അസർട്ടൈൻ ചെയ്യണം എക്സ്പെൻഡിച്ചർ ഓൺ റിപ്പയേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ അസർട്ടൈൻ ചെയ്യേണ്ടത് ആരുടെ, ഓഡിറ്റർ ഉത്തരവാദിത്തമാണ്. റവന്യൂസ് ആർ നോട്ട് ക്യാപിറ്റലൈസ്ഡ് but are charged to profit loss account. റിപ്പയേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അത് ചാർജ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കണം. ഇഫ് എ പ്ലാന്റ് ആൻഡ് മെഷീനറി അബ്രോഡിലാണുള്ളതെങ്കിൽ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണോ, അതിൻ്റെ ലോക്കൽ ഓഫീസറിൽ നിന്ന് എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണോ, ഒബ്റ്റെയിൻ ചെയ്യണം.
ഏറ്റവും അവസാനമായിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം, ഡിപ്രീസിയേഷൻ്റെ ആഡിക്കേറ്റ് ആണോ എന്ന് നോക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, പ്ലാന്റ് എഞ്ചിനീയറൊക്കെ അഡ്വൈസ് എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് സ്വീകരിക്കാം. ഇത്രയാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സ്. പ്ലാന്റ് ആൻഡ് മെഷീനറി സാധാരണ വാല്യൂ ചെയ്യുക കോസ്റ്റ് പ്രൈസ് ലെസ് ഡിപ്രീസിയേഷൻ ആണ്. ബാലൻസ് ഷീറ്റ് ഷോൺ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഫർണിച്ചർ, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിങ്സ്. ഫർണിച്ചർ, ഫിക്ചേഴ്സ് ആൻഡ് ഫിറ്റിംഗ് അതും ഗ്രൂപ്പിൽ ഒരു 1 അസറ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യാറ്. ഓഡിറ്റർ അതിൻ്റെ ബാലൻസ് ഓഫ് അസറ്റ്, അതിൻ്റെ അഡീഷൻസ് ഒക്കെയാണ് വെരിഫൈ ചെയ്യണം. അത് ഒറിജിനൽ ഇൻവോയ്സ്, ഫർണിച്ചറിൻ്റെ ഇൻവോയ്സ്, അതിൻ്റെ സ്റ്റോക്ക് രജിസ്റ്റർ ഉണ്ടായിരിക്കും. ആ സ്റ്റോക്ക് രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അത് വെരിഫൈ ചെയ്യേണ്ടത്. അതുപോലെ റിപ്പയേഴ്സ് ഉണ്ടാവും, അത് പ്രോഫിറ്റ് ലോസ് കൊണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ സെയിൽ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ സെയിൽ പ്രൊസീഡ്സ് ഫർണിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണിക്കണം. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ സച്ച് സെയിൽ ടു ബി പ്രോപ്പർലി റെക്കോർഡ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ത് ചെയ്തിരിക്കണം, അത് പ്രോപ്പർലി എന്ത് ചെയ്തിരിക്കണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫർണിച്ചർ ആൻഡ് ഫിറ്റിങ്സ് വാല്യൂഡ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് മോട്ടോർ വെഹിക്കിൾസ് എന്ന് പറഞ്ഞ അസറ്റാണ്. മോട്ടോർ വെഹിക്കിൾസ് ഓഡിറ്റർ എന്ത് ചെയ്യണം, വെഹിക്കിൾസ് ഒക്കെ രജിസ്റ്റേർഡ് നെയിം ഓഫ് ക്ലയൻ്റ് ആണെന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് മോട്ടോർ വെഹിക്കിൾ എന്ത് ചെയ്യാം, ഞാൻ ആവശ്യപ്പെടാം. ഓൺഡ് ബൈ ദി കമ്മിറ്റി ടുഗദർ വിത്ത് രജിസ്ട്രേഷൻ ബുക്ക്, അതിൻ്റെ രജിസ്ട്രേഷൻ ബുക്കോടുകൂടി, ഇൻഷുറൻസ് പോളിസി, റോഡ് ടാക്സ് റെസീറ്റ്, ഇത്രയും കാര്യങ്ങളോടുകൂടി ആവശ്യപ്പെടാം. യു ഷുഡ് സീ ദി പർച്ചേസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ആ പർച്ചേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണോ, ക്രെഡിറ്റ് ചെയ്തതായിട്ട് കാണിക്കണം. ഡെബിറ്റ് ചെയ്തതായിട്ട് കാണിക്കണം. ദെൻ നെക്സ്റ്റ് ഷുഡ് സി ആഡിക്വേറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് വെഹിക്കിൾസ് എന്ത് ചെയ്യണം, അതിൻ്റെ റിന്യൂവൽ ഫീസൊക്കെ ചാർജ് ചെയ്തത് റവന്യൂ അക്കൗണ്ടിൽ നിന്നായിരിക്കണം. ഫൈനലി ഓഡിറ്റർ എന്ത് ചെയ്യണം, മോട്ടോർ വെഹിക്കിൾസ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി ഷോൺ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ ആയിട്ടായിരിക്കണം അതിൻ്റെ വാല്യൂ എന്നുള്ളതാണ് നോക്കേണ്ടത്. കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ തന്നെയാണ് മോട്ടോർ വെഹിക്കിൾസിൻ്റെ വാല്യൂ. പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ്. പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ് അതിൻ്റെ ഇഷ്യൂ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും. പാറ്റന്റ് രണ്ട് വിധത്തിലാണ് സാധാരണയായിട്ട് നമുക്ക് ലഭിക്കുക. ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് ലഭിക്കുക, പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ പാറ്റന്റ് ഉണ്ടാക്കാം. പർച്ചേസ് ആണെങ്കിൽ അതിൻ്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് എത്രയാണോ എന്നുള്ളത് അത് എന്ത് ചെയ്തിരിക്കണം, പാറ്റന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ആയിട്ട് കാണിക്കണം. ഓഡിറ്റർ എന്ത് ചെയ്യണം, അത് വെരിഫൈ ചെയ്യണം പർച്ചേസ് എഗ്രിമെൻറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ പാറ്റന്റ് ഡിസൈൻ ചെയ്തത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിങ് ആയിരിക്കും. അതിൻ്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ എന്തായിട്ട് കാണിക്കണം, ക്യാപിറ്റലൈസ്ഡ് ഓൺ പാറ്റന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കാണിക്കണം. ട്രേഡ് മാർക്സ്, അതുപോലെ തന്നെ ട്രേഡ് മാർക്സും ഡിസൈൻ ഷുഡ് ബി ഷോൺ സെപ്പറേറ്റ്ലി ഫ്രം ദി പാറ്റൻസ്. ട്രേഡ് മാർക്സ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ട് പാറ്റന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. റിന്യൂവൽ ഫീ, അതിന് പെയ്ഡ് ആയിട്ടുള്ള റിന്യൂവൽ ഫീ, അതിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തതായിട്ട് കാണിക്കണം. റീവാലുവേഷൻ മെത്തേഡ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മെത്തേഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ടു പാറ്റൻസ് ആൻഡ് ട്രേഡ് മാർക്സ്. റീവാലുവേഷൻ മെത്തേഡ് ആണ് അതിൻ്റെ വാലുവേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്. ഓഡിറ്റർ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓഡിറ്റർ ഈ അസറ്റിൽ
കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ ആയിട്ട് ബാലൻസ് ഷീറ്റ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ദെൻ നെക്സ്റ്റ് കോപ്പി റൈറ്റ് ആണുള്ളത്. കോപ്പി റൈറ്റ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് സോൾ റൈറ്റ് ടു പ്രൊഡ്യൂസ് ഓർ റീപ്രൊഡ്യൂസ് എ ബുക്ക് ഓർ ആർട്ടിക്കിൾ. ബുക്ക് അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യുക, ബുക്ക് അല്ലെങ്കിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാനുള്ള പൂർണ്ണാധികാരത്തിനെയാണ് സോൾ റൈറ്റിനെ എന്ത് വിളിക്കുന്നത്, കോപ്പി റൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് 15 years. ലൈഫ് ടൈം ഓഫ് ദി ഓതർ ആൻഡ് 15 years ആഫ്റ്റർ ഹിസ് ഡെത്ത്. 15 years വരെയാണ് അതിന്റെ കാലാവധി. 50 years ആഫ്റ്റർ ഹിസ് ഡെത്ത് വരെയാണ്. ഓഡിറ്റർ ഷുഡ് വെരിഫൈ കോപ്പിറൈറ്റ് അഗ്രിമെന്റ്. എന്ത് ചെയ്യണം, ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ടത് കോപ്പിറൈറ്റ് അഗ്രിമെന്റ് ആയിരിക്കണം. ആൻഡ് പിന്നെ ഓതർ ആൻഡ് പബ്ലിഷർ ഒരു തമ്മിലുള്ള അഗ്രിമെന്റ് ഉണ്ടായിരിക്കും. ബിസിനസ് ലാർജ് നമ്പർ ഓഫ് കോപ്പീസ് എന്ത് ഉണ്ടെങ്കിൽ അതിന്റെ ഷെഡ്യൂൾ ഇതുപോലെ തന്നെ വാങ്ങിക്കണം. അത് വെരിഫൈ ചെയ്യണം അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെടുത്തി. കോപ്പിറൈറ്റ്സ് അതിനും സബ് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. റീവാലുവേഷൻ മെത്തേഡാണ് ഇതിന് ഏറ്റവും പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്. ഓഡിറ്റർ അതിന്റെ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ ആയിട്ട് എന്ത് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ദെൻ നെക്സ്റ്റ് ഗുഡ് വില്ല് നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഗുഡ് വില്ല് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് അതിനില്ല. ഇത് വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ബിസിനസിനെ കാണിക്കുന്നതാണ് എന്ത് ഗുഡ് വില്ല് എന്ന് വിളിക്കുന്നത്. ഗുഡ് വിൽ അറൈസ് ഓൺലി വെൻ ഫേം ഈസ് എക്സസ് ഓഫ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ എക്സസ് ഉണ്ടാകുമ്പോഴാണ് ഗുഡ് വിൽ ഉണ്ടാവുക എന്ന് പറയാം. ഗുഡ് വില്ല് ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കുക. പർച്ചേസ് ചെയ്താൽ, അതുപോലെ കമ്പനി എന്ത് ചെയ്താൽ ഗുഡ് വിൽ അപ്പിയേഴ്സ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി കമ്പനി എപ്പോൾ പർച്ചേസ്ഡ് ആണെങ്കിൽ, അതുപോലെ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അബ്സോർപ്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിലൊക്കെയും ബാലൻസ് ഷീറ്റ് കാണിക്കും. ഓഡിറ്റർ അത് വെരിഫൈ ചെയ്യേണ്ടത് അതിന്റെ പർച്ചേസ് എഗ്രിമെന്റ് ആണ്. പർച്ചേസ് എഗ്രിമെന്റ് അതിന്റെ വാല്യൂ എന്ത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശോധിക്കും. പാർട്ണർഷിപ്പ് ആണെങ്കിൽ അത് ന്യൂ പാർട്ണർ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, പാർട്ണർ റിട്ടയറിന്റെ സമയത്തൊക്കെ ഗുഡ് വിൽ അക്കൗണ്ട് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യും. അതിലും പാർട്ട്നേഴ്സിന്റെ അക്കൗണ്ടിൽ നിന്ന് ഗുഡ് വില്ലിന്റെ വാല്യൂ എന്ത് ചെയ്യുക, കണ്ടെത്താൻ പറ്റും. ഓഡിറ്റർ അത് വെരിഫൈ ചെയ്യണം. ഓഡിറ്റർ അസർട്ടൈൻ ചെയ്യേണ്ടതുണ്ട്. അത് വാല്യൂഷൻ ഓഫ് ഗുഡ് വില്ല് ഡിസൈഡ് ബൈ ദി മാനേജ്മെന്റ് ആണ്. ദർ ഇസ് നോ കമ്പൽഷൻ ടു റൈറ്റ് ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്യാനുള്ളൊരു കമ്പൽഷൻ ഇല്ല. ഗുഡ് വിൽ ജനറലി അപ്പിയേഴ്സ് ബാലൻസ് ഷീറ്റിൽ കോസ്റ്റ്ലെസ് എമൗണ്ട് ഓഫ് ദി ഗുഡ് വിൽ റൈറ്റ്. കോസ്റ്റ്ലെസ് എമൗണ്ട് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഗുഡ് വില്ല് കാണിക്കാറ്. ഓഡിറ്റർ എന്ത് ചെയ്യണം, എമൗണ്ട് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന്റെ അഗ്രിമെന്റിൽ അത് കാണിച്ചിരിക്കണം. അത് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിച്ചിരിക്കണം. ലൂസ് ടൂൾസ് അടുത്തത്. ലൂസ് ടൂൾസ് എന്ന് പറയുന്നത് സ്മോൾ ടൂൾസ് യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് പ്രോസസ് ആണ്. അത് കൺസിസ്റ്റ് ഓഫ് ഏതൊക്കെ ആയിരിക്കാം, സ്മോൾ ടൂൾസ് എന്ന് പറയുന്നത് സ്പാനേഴ്സ്, ഹാമർ, സ്ക്രൂ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അത് പർച്ചേസ് ചെയ്യാം, മാനുഫാക്ചറിങ് ചെയ്യാം. ഇതിന് എക്സ്പെൻസ് ആയിട്ട് എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യുന്നുണ്ട് കമ്പനീസ്, പല കമ്പനികളും. ലൂസ് ടൂൾസ് രജിസ്റ്റർ ഉണ്ടായിരിക്കും അതിന്. ലൂസ് ടൂൾസ് രജിസ്റ്റർ എക്സാമിൻ ചെയ്യണം. റെസിറ്റ് ഇഷ്യൂ ഓഫ് ലൂസ് ടൂൾസ്, റെസിറ്റിന്റെ ഇഷ്യൂന്റെ സമയത്തുള്ള അതിന്റെ രജിസ്റ്റർ നോക്കിയാൽ നമുക്ക് കിട്ടും ലൂസ് ടൂൾസ്. ഇഫ് ദേ ആർ പ്രൊഡ്യൂസ്ഡ്, ദി ഓഡിറ്റർ ഷുഡ് സീ ദി കോസ്റ്റ് പ്രൈസ് സർട്ടിഫൈഡ് ബൈ ദി ചീഫ് എഞ്ചിനീയർ. അതിന്റെ പ്രൊഡ്യൂസ്ഡ് ആണെങ്കിൽ ചീഫ് എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന്റെ കോസ്റ്റ് പ്രൈസ്. ഓഡിറ്റർ അത് ലൂസ് ടൂൾസ് ഷോൺ ദി ബാലൻസ് ഷീറ്റ് സെപ്പറേറ്റ്ലി ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കും. അസറ്റായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ ആണ്.
ഇത് പറഞ്ഞ പോലെ തന്നെ അണ്ടർ റിവാലുവേഷൻ മെത്തേഡാണ്. ലൈവ് സ്റ്റോക്ക് ആണ് ഏറ്റവും അവസാനത്തെ ഒരു ഐറ്റം ഉള്ളത് അസറ്റിൽ. ലൈവ് സ്റ്റോക്ക് പ്ലാന്റ് ആൻഡ് മെഷീനറിന്റെ ഈ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് മോട്ടോർ വെഹിക്കിൾസിന്റെ ഒക്കെ പുറമെ നമുക്ക് ചില സ്ഥാപനങ്ങൾക്ക് ഫാം ആയിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഉള്ള അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ഉള്ള ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അതിന്റെ ലൈവ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. അതിന്റെ ഹോഴ്സ്, ബുള്ളോക്ക്, കാവ് തുടങ്ങിയ എന്ത് ചെയ്യാം അവയെ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അവയെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവാം. ഹോഴ്സിനൊക്കെ അസറ്റായി ട്രീറ്റ് ചെയ്യേണ്ട സ്ഥാപനങ്ങൾ ഉണ്ടാവാം. അത്തരം സ്ഥാപനങ്ങൾക്ക് സെപ്പറേറ്റ് രജിസ്റ്റർ അതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതിന്റെ കോസ്റ്റ്, അതിന്റെ ലൈഫ്, അതിന്റെ വെരിഫിക്കേഷൻ എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ഓഫ് വർക്ക് ലൈവ് സ്റ്റോക്ക് എന്ത് ചെയ്യാം വാങ്ങിക്കാം റെസ്പോൺസിബിൾ ഓഫീസറിൽ നിന്ന്. ദെൻ ലൈവ് സ്റ്റോക്ക് രജിസ്റ്റർ ഷെഡ്യൂളായിട്ട് എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പണി. Auditor should see that livestock are revalued annually if any sale or death to written off value of livestock is shown separately in the balance. ഏതെങ്കിലും സെയിൽ അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായാൽ എന്ത് ചെയ്യുക, അത് റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് സെപ്പറേറ്റ്ലി ബാലൻസ് ഷീറ്റിൽ അത് കാണിച്ചിട്ടുണ്ടെന്നുള്ളത്, അതുപോലെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം പരിശോധിക്കണം ഈ ഓഡിറ്റർ. ദെൻ നെക്സ്റ്റ് വെരിഫിക്കേഷൻ ഓഫ് ലയബിലിറ്റീസ് ആണുള്ളത്. ലയബിലിറ്റീസിന്റെ കാര്യത്തിൽ വെരിഫിക്കേഷൻ നടത്തേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഇനി പറയുന്നത്. ലയബിലിറ്റീസ് ഒന്ന് സൺഡറി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആണ്. പിന്നെ ഉള്ളത് ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ലോൺസ് ഉണ്ട്, ഡിബഞ്ചേഴ്സ് ഉണ്ട്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഉണ്ട്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ട്, പ്രൊവിഡന്റ് ഫണ്ട് ഡ്യൂസ് ഉണ്ട്, എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ഉണ്ടാവാം, ടാക്സ് ലയബിലിറ്റി ടാക്സ് പേയബിൾ ഉണ്ടാവാം, റിസർവ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടാവാം, റിസർവ് ഫണ്ട് ഉണ്ടാവാം. ആദ്യമായിട്ട് നമുക്ക് ട്രേഡ് ക്രെഡിറ്റേഴ്സ് എന്താന്ന് പറയാം. ഓഡിറ്റർ അതിന്റെ ഷെഡ്യൂൾ ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ത് ചെയ്യണം കളക്ട് ചെയ്യണം മാനേജ്മെന്റിൽ നിന്ന്. എന്നിട്ട് അത് വെരിഫൈ ചെയ്യണം. ക്രെഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ക്രെഡിറ്റേഴ്സ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് വെരിഫൈ ചെയ്യേണ്ടത് ക്രെഡിറ്റേഴ്സിന്റെ ഷെഡ്യൂൾ വാങ്ങിക്കൊണ്ടാണ്. സൺഡറി ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ബാലൻസും അതേപോലെ തന്നെ ക്രെഡിറ്റ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് അപ്പിയർ ഇൻ ദി ജനറൽ ലെഡ്ജറിലുള്ള ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ത് ചെയ്യണം വെരിഫൈ ചെയ്ത് കൊണ്ടാണ് എന്ത് ചെയ്യുക കമ്പയർ ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക ക്രെഡിറ്റേഴ്സ് എമൗണ്ട് വെരിഫൈ ചെയ്യുക. ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ലെഡ്ജർ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ജനറൽ ലെഡ്ജറിൽ അപ്പിയർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യുക കമ്പയർ ചെയ്തുകൊണ്ടാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുക വെരിഫൈ ചെയ്യുക. അതുപോലെ തന്നെ പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്കും എന്ത് ചെയ്യും ഇതിന് വേണ്ടിയിട്ട് ഇൻവോയ്സ് വെച്ചുകൊണ്ട് ക്രെഡിറ്റ് നോട്ടൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഗുഡ്സ് ഇൻവാർഡ് ബുക്കും ചെക്ക് ചെയ്യും. ഗുഡ്സ് ഇൻവാർഡ് ചെക്ക് എൻഷുർ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഗുഡ്സ് പർച്ചേസിൽ എന്താണ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പർച്ചേസ് ഡ്യൂറിങ് ദി ഇയറിലാണെങ്കിൽ ഏതൊക്കെ ഒരു വർഷത്തെ എല്ലാ പർച്ചേസും എന്ത് ചെയ്യുക എല്ലാ പർച്ചേസും അത് പരിശോധിക്കും. പിന്നെ ഉള്ളത് സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് ഫ്രം ക്രെഡിറ്റേഴ്സ് ആക്യുറസി. സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യും ക്രെഡിറ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യും സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് കളക്ട് ചെയ്യും. അതിന്റെ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ടേൺ ഓവർ എന്ത് ചെയ്യും കമ്പയർ ചെയ്യും. അത് എന്തിനാന്ന് വെച്ചാൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒരു റീസണബിൾ പ്രൊപ്പോർഷൻ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്.
റീസണബിൾ ആയിട്ടുള്ള പർച്ചേസ്, റീസണബിൾ എമൗണ്ട് ആണെന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഡെറ്റ് കുറേ കാലമായിട്ട് പേ ചെയ്യാണ്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. പിന്നെ എന്തൊക്കെ ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സാമിൻ ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് ആൻഡ് ലയബിലിറ്റീസ് ലാസ്റ്റ് ഇയർ ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യും. ദെൻ നെക്സ്റ്റ് ബിൽസ് പേയബിൾ ആണ്. ഓഡിറ്റർ ബിൽസ് പേയബിൾ ബുക്കും ബിൽസ് പേയബിൾ അക്കൗണ്ടും ലെഡ്ജർ അക്കൗണ്ടും വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്യുന്നത്. ബിൽസ് പേയബിൾ ഓൾറെഡി പെയ്ഡ് ആണെങ്കിൽ ക്യാഷ് ബുക്കുമായിട്ട് എന്ത് ചെയ്യുന്നു, അതുപോലെ റിട്ടേൺഡ് ബിൽ ടേബിളുമായിട്ട് എന്ത് ചെയ്യുന്നു, വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അതുപോലെ ബിൽ പേയർ റിട്ടയേർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിബേറ്റ് ഉണ്ടെങ്കിൽ അതിന് എക്സാമിൻ ചെയ്യണം. ഓഡിറ്റർ എന്ത് ചെയ്യണം, ജെന്യൂനെസ് ഓഫ് ബിൽ ഇൻ ഹാൻഡ് എന്ത് ചെയ്യണം, പരിശോധിക്കണം, ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഉള്ളത്. അത് ഡ്രോയേഴ്സിന്റെ ബിൽ ഡ്രോയേഴ്സിന്റെ ഒരു കൺഫർമേഷൻ ലെറ്റർ സ്വീകരിച്ചുകൊണ്ട് അതിന്റെ ഒരു ജെന്യൂനെസ് പരിശോധിക്കാം. ഇനി എന്തെങ്കിലും ചാർജ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിൽ ആക്സെപ്റ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും അസറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചാർജ് ഉണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൽ അത് എന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നെക്സ്റ്റ് ബാങ്ക് ഓഡി ആണ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ അഗ്രിമെന്റ് വിത്ത് ബാങ്ക് ആയിട്ടുണ്ടാവും, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അഗ്രിമെന്റ് വിത്ത് ബാങ്ക്. അതുപോലെ സർട്ടിഫിക്കറ്റ് ഫ്രം ബാങ്കിൽ നിന്ന് സർട്ടിഫിക്കറ്റ് എമൗണ്ട് ഓവർ ഡ്രാഫ്റ്റ് ഇൻട്രസ്റ്റ് അതൊക്കെ എന്ത് ചെയ്യായിട്ട് ബന്ധപ്പെട്ട് സർട്ടിഫിക്കറ്റ് ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്യാം. ക്യാഷ് ബുക്കും ബാങ്ക് പാസ്ബുക്കും പരിശോധിക്കാം. അതുപോലെ തന്നെ ഈ ഷുഡ് സി വെദർ ഓവർ ഡ്രാഫ്റ്റ് ഈസ് സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്. സെക്യൂർഡ് ആണോ അൺസെക്യൂർഡ് ആണോ നോക്കാം. സെക്യൂർഡ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അസറ്റ്സ് ചാർജ് ടു ബാങ്ക് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് വെരിഫൈ. അത് ഏതൊക്കെ അസറ്റുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ചാർജ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടി കളക്ട് ചെയ്ത് അത് കൂടി എന്ത് ചെയ്യണം, പരിശോധനക്ക് വിധേയമാക്കണം. ദെൻ ലോൺസ് ആണ് അടുത്തത്, ലയബിലിറ്റീസിലുള്ളത്. ലോൺസ് എന്ന് പറയുന്നത് ഓഡിറ്റർ വെരിഫൈ ചെയ്യേണ്ട ലോൺ അഗ്രിമെന്റും കറസ്പോണ്ടൻസ് ഫോർ ഗെറ്റിംഗ് ലോണും ആണ്. ഹി ഷുഡ് റിസീവ് ഓൾ ഇൻട്രസ്റ്റ് ഡ്യൂ ടു ഇൻട്രസ്റ്റ് ഡ്യൂ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ട്. അതുപോലെ ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കണം. ലോണ് സെക്യൂർഡ് ആണെങ്കിൽ അതിൻ്റെ മോർഗേജിങ് അസറ്റ് അത് ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കണം. ഇൻ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണോ, ബോറോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മെമ്മറാണ്ടം ഓഫ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും എന്ത് ബോറോ ചെയ്യാൻ ആരെയാണോ ബോറോ ചെയ്യാനുള്ള അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. empowered to borrow money as per Companies Act. Okay. Joint stock company ആണ് auditor എന്ത് ചെയ്യണം, should see the company is empowered to borrow money as per Companies Act. We should see that loans and advances are shown in the balance sheet. Loans and advances balance ഷീറ്റിൽ കാണിച്ചിട്ടുള്ളത് സെക്യൂർഡ് അൺസെക്യൂർഡ് എന്നിങ്ങനെ തിരിച്ച് കാണിച്ചിട്ടുണ്ടാവും. അതും വെരിഫൈ ചെയ്യണം, ചെക്ക് ചെയ്യണം. നെക്സ്റ്റ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ശ്രദ്ധിക്കേണ്ട കാര്യം വെരിഫിക്കേഷനിൽ ഇഷ്യൂഡ് ബൈ ദി കമ്പനി ആയിരിക്കും ഓഡിറ്റ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അയാൾ മെമ്മറണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും പരിശോധിക്കണം. അതിൻ്റെ കമ്പനിക്ക് അതിനുള്ള പവർ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ബോറോയിങ് ലിമിറ്റ്, എത്രത്തോളം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ, എത്ര എമൗണ്ട് വരെ ബോറോ ചെയ്യാൻ കമ്പനിക്ക് പറ്റും എന്നുള്ളത് പരിശോധിക്കണം. അതിൻ്റെ എക്സീഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും, അത് വെരിഫൈ ചെയ്യണം. അത് വെച്ചിട്ട് വെരിഫൈ എമൗണ്ട്, സെക്യൂരിറ്റീസ് ഓഫേർഡ്, ഇതൊക്കെ എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നോക്കാം, പരിശോധിക്കാം. സർട്ടിഫിക്കറ്റ് ഫ്രം ഡിബഞ്ചർ ഹോൾഡേഴ്സിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാം, ഒബ്റ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിബഞ്ചർ റിഡംഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആണെങ്കിൽ, ഡിസ്കൗണ്ട് ആണെങ്കിൽ
പ്രീമിയം അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഡീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതുപോലെ രജിസ്റ്റർ ഓഫ് ചാർജസ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിവെഞ്ചർ ഹോൾഡേഴ്സ്. രജിസ്റ്റർ ഓഫ് ചാർജസ് ആൻഡ് രജിസ്റ്റർ ഓഫ് ഡിവെഞ്ചർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം, പരിശോധിക്കണം, വെരിഫൈ ചെയ്യണം. ഇത്രയാണ് ഡിവെഞ്ചേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആക്ച്വലി ഇൻകേർഡ് ഡ്യൂറിങ് ദി ഇയർ ബട്ട് നോട്ട് പെയ്ഡ് ആണ്. സാലറി അല്ലെങ്കിൽ വേജ്, റെന്റ്, ഇതൊക്കെ ആക്ച്വലി ഉണ്ടായിട്ടുള്ളത് ഈ വർഷം തന്നെ ഉള്ളതാണ്. പക്ഷെ നമുക്ക് അത് ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലുള്ള എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നമ്മൾ കറണ്ട് ഇയർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള പരിശോധിക്കണം. അതായത് നമ്മൾ അൺപെയ്ഡ്, പെയ്ഡ് എക്സ്പെൻസ് എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ അതുപോലെ കറണ്ട് ഇയറിലെ പെയ്ഡ് അൺപെയ്ഡ് നമുക്ക് എന്ത് ചെയ്യാം, വേർതിരിച്ച് കാണാൻ പറ്റും. ഈ അതിന് കമ്പയർ ചെയ്യേണ്ടത് നമ്മൾ പെയ്ഡും എല്ലാ പെയ്ഡ് അൺപെയ്ഡ് എക്സ്പെൻസസും നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുക. ഫൈനലി ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ക്ലിയർലി ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ സംടൈംസ് ചില ഘട്ടങ്ങളിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടാവും ഇൻകം. അത്തരം ഘട്ടത്തിൽ അത് നമുക്ക് ആക്ച്വലി എന്താണ്, ഡ്യൂ ഫോർ ദി നെക്സ്റ്റ് പീരീഡിലേക്ക് മാത്രം ഡ്യൂ ആകുന്നതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ തന്നെ അത് എന്ത് ചെയ്തു, വാങ്ങി വെച്ചു. അതിനെ ട്രീറ്റഡ് ആസ് ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഓഡിറ്റർ ആ ഐറ്റംസ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാകും ബുക്സിൽ, അത് പരിശോധിക്കുക. അതുപോലെ സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഉണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്യുക. യു ഷുഡ് എൻഷുർ ദാറ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ഫുള്ളി ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ്, ഫുള്ളി കാണിച്ചിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കുക. ഇത്രയും ചെയ്യേണ്ടതുണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് ഡ്യൂസ്. പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻ ഫ്രം എംപ്ലോയീസ് ആൻഡ് എംപ്ലോയർ ആണ്. എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് പ്രൊവിഡന്റ് ഫണ്ട്. അതിൽ എമൗണ്ട് കളക്ടഡ് ഫ്രം എംപ്ലോയീസ് ആൻഡ് ഓൺ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി റെമിറ്റഡ് ടു പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ്. ഇത് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ എന്ത് ചെയ്യണം, റെമിറ്റ് ചെയ്യണം ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ. വെൻ എമൗണ്ട് ഡ്യൂ ആകും ഓഡിറ്റർ വെരിഫൈ സച്ച് ഡ്യൂസ്. അത് ഡ്യൂ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഡ്യൂസ് ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അതുകൊണ്ട് അസർട്ടൈൻ ചെയ്യാൻ പേയ്മെന്റ് മെയ്ഡ് ബൈ ദി അതോറിറ്റി എത്രയാണോ ആ സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ, അതാണ് വെരിഫൈ ചെയ്യേണ്ടത്. ഇതൊക്കെ ഡിഫാൾട്ട് ഓഫ് മേക്കിംഗ് പേയ്മെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്ത് ചെയ്യണം, ആവശ്യപ്പെടാം. അതിനുള്ള റിപ്പോർട്ട് ബാലൻസ് ഷീറ്റിൽ റിപ്പോർട്ട് ചെയ്ത് കാണിക്കണം. ഏരിയസ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് ഷോൺ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യണം, ഏരിയസ് ഓഫ് പ്രൊവിഡന്റ് ഫണ്ട് എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ കാണിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് എംപ്ലോയി ഡെപ്പോസിറ്റ്. എംപ്ലോയീസ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ് certain amount എന്ത് ചെയ്യും, സെക്യൂരിറ്റി ആയിട്ട് സേഫ് ഗാർഡ് ദി എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചില ഡെപ്പോസിറ്റ് വാങ്ങിക്കും. അത്തരം ഡെപ്പോസിറ്റ് ഒരു ലയബിലിറ്റി തന്നെയാണ്. ഓഡിറ്റർ അത്തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡെപ്പോസിറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഓഫ് സച്ച് ലയബിലിറ്റീസ് എന്ത് ചെയ്യണം, സർട്ടിഫൈഡ് റെസ്പോൺസിബിൾ ഓഫീസറിൽ നിന്ന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ലിസ്റ്റ് വാങ്ങിക്കണം. അത് എമൗണ്ട് റിസീവ്ഡ് അഡ്വാൻസ് ഡെപ്പോസിറ്റഡ് ഇൻ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്, അത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തായിട്ട് കാണിക്കണം. ദിസ് ഓൺ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും ചെയ്യണം. ദെൻ ടാക്സ് ലയബിലിറ്റി. അടുത്തത് ടാക്സ് പേയബിൾ ആണ്. ടാക്സ് പേയബിൾ വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് പേയബിളിന്റെ എസ്റ്റിമേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അഡിക്കേറ്റ് പ്രൊവിഷൻ അതിന് ടാക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പ്രൊവിഷൻ മെയ്ഡ് ടാക്സ് ലയബിലിറ്റീസ് ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇത്രയാണ് ആ ടാക്സ് പേയബിൾ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. റിസർവ് ഫോർ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇതുപോലെ തന്നെ പ്രൊവിഷൻ ആണ്. ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രൊവിഷൻ ആയിട്ട് കാണിച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള നമ്മളൊരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് റിസർവ് ഫോർ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റ് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഓർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് അറിയപ്പെടുക.
അതിൻ്റെ ഷെഡ്യൂൾ ഓഫ് ഡെറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ലെഡ്ജറുമായിട്ടും അതുപോലെ എത്രയാണ് പോസിബിൾ എമൗണ്ട് ഓഫ് ഡൗട്ട്ഫുൾ ഡെറ്റ് എത്രയാണെന്നൊക്കെയുള്ള അസർട്ടൈൻ ചെയ്തിട്ട് നമുക്ക് അത് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അതിൽ തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അഡിക്കേറ്റ് ആണെന്നുള്ളത് പരിശോധിക്കണം. ഡ്യൂലി സർട്ടിഫൈഡ് ലിസ്റ്റ് ഓഫ് എമൗണ്ട് ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റിന്റെ സർട്ടിഫൈഡ് ലിസ്റ്റ് അത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിൽ പ്രൊവിഷൻ എത്രയാണോ ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുള്ളത് അതും നമ്മൾ പരിശോധിക്കണം. ഇത്രയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത്. റിസർവ് ആൻഡ് ഫണ്ട്, അടുത്ത് ചെയ്യാനുള്ള റിസർവ് ഫണ്ടാണ്. റിസർവ് ഫണ്ട് മാനേജ്മെന്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ റിസർവ് ഫണ്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. മാനേജ്മെന്റ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് എന്തുണ്ടാവാം, ബിസിനസിന്റെ നാച്ചർ തന്നെയാണ് ഏത് സമയത്തും പ്രതിസന്ധികൾ വരാം. ആ പ്രതിസന്ധിയുള്ള ഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുക, ആ പ്രതിസന്ധിയായിട്ട് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിസർവ് ആണ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, കീപ്പ് ചെയ്യുന്നത്. ഓഡിറ്റർ അത്തരത്തിലുള്ള പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ റിസർവ് എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. അത് ലാബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയാണ് റിസർവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായത്. ദെൻ ക്യാപിറ്റൽ ആണ് ഇനി ഇത് കുറച്ചുകൂടി വിശദമായിട്ട് പറയാനുള്ളതാണ്. ജനറൽ ക്യാപിറ്റൽ എന്നാണെങ്കിൽ ക്യാപിറ്റൽ ഈഫ് ദി ഫസ്റ്റ് ഓഡിറ്റിന്റെ കേസാണ് വരുന്നതെങ്കിൽ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദി കമ്പനിയാണ്. കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും നമ്മൾ പരിശോധിക്കണം. അത് ക്യാഷ് ബുക്ക്, പാസ്ബുക്ക്, ബോർഡ് റെസൊല്യൂഷൻ, മിനിറ്റ്സ് ബുക്ക്, അതിൻ്റെ മിനിറ്റ്സ് ബുക്കിലുള്ള ബോർഡ് റെസൊല്യൂഷൻ, ക്ലാസസ് ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, അലോട്ടഡ് കോൾസ് ഇൻ അരിയേഴ്സ്, ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ക്യാപിറ്റലിന്റെ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇഷ്യൂ ഓഫ് ഷെയർസ് എന്താണ്, മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ അനുസരിച്ചാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിക്കണം. ഈഫൻ ഷെയർ ഇഷ്യൂഡ് വെൻഡേഴ്സിന്, നമുക്ക് ഏതെങ്കിലും കമ്പനിക്ക് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധനം നമുക്ക് വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ് ആയിരിക്കും. സെല്ലേഴ്സിന് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സെല്ലേഴ്സിന്റെ ആ വെൻഡേഴ്സിന്റെ അഗ്രിമെന്റ് എന്തുണ്ടായിരിക്കണം, അഗ്രിമെന്റും ബോർഡ് റെസൊല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. സബ്സിക്വന്റ് ഓഡിറ്റിന്റെ കേസ് ആണെങ്കിൽ, ഇഫ് ഇറ്റ് ഫസ്റ്റ് ഇയർ ഓഡിറ്റ് അല്ല, സബ്സിക്വന്റ് ആണെങ്കിൽ അവിടെ ക്യാപിറ്റലിന്റെ ക്ലോസിൽ എന്തുണ്ടാകുന്നില്ല, വലിയ ചേഞ്ച് ഉണ്ടാകുന്നില്ല. ക്യാപിറ്റൽ വിൽ സെയിം ആസ് ദി എന്താണ് ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയറിന്റെ ആണ്. അഡീഷണൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നു വരുന്നുള്ളൂ. റിഡക്ഷൻ ഇൻ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ 100 and 105 സെക്ഷൻസ് അനുസരിച്ച് തന്നെയാണോ അത് നോക്കണം. കമ്പനീസ് ആക്ട് അനുസരിച്ച് തന്നെയാണ്, കമ്പനീസ് ആക്ട് അനുസരിച്ചാണോ നമ്മൾ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നോക്കണം. ഇൻ റിഗാർഡ് ടു ക്യാപിറ്റൽ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡും അഗ്രിമെന്റും ഉണ്ടാവും, ക്യാഷ് ബുക്ക് ഉണ്ടാവും, പാസ്ബുക്ക് ഉണ്ടാവും. ഇത് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അത് സബ്സിക്വന്റ് ഓഡിറ്റിംഗ് ആണെങ്കിൽ. സബ്സിക്വന്റ് ഓഡിറ്റിംഗ് ആണെങ്കിൽ ഓഡിറ്റർ ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ, ഇതൊക്കെ റിസൾട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഡിക്രീസ്ഡ് ക്യാപിറ്റൽ ഡ്യൂ ടു ലോസ്, അതിൽ വിത്ഡ്രോവൽസ്, ഇതൊക്കെ എന്ത് ചെയ്യണം, വെരിഫിക്കേഷൻ നടത്തണം. വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ സബ്സിക്വന്റ് ഓഡിറ്റിൽ ഓഡിറ്റർ ഷുഡ് സീ ദി ക്യാപിറ്റൽ, അഡീഷണൽ ക്യാപിറ്റൽ, ഇൻക്രീസ്ഡ് ക്യാപിറ്റൽ ആസ് എ റിസൾട്ട് ഓഫ് പ്രോഫിറ്റ്, ഡിക്രീസ് ക്യാപിറ്റൽ ഡ്യൂ ടു ലോസ്, വിത്ഡ്രോവൽസ്, ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം. ദെൻ കണ്ടീജന്റ് ലയബിലിറ്റിയും കൂടിയുണ്ട്. കണ്ടീജന്റ് ലയബിലിറ്റിയും കൂടി പറയാം. കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ റിയൽ ലയബിലിറ്റി അല്ല, ആക്ച്വൽ ലയബിലിറ്റി ആണ്. അതെപ്പോഴും ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ദൻ ഇവന്റ്. ഒരു ഇവന്റ് ഹാപ്പനിങ് ചെയ്താൽ അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആണ്. അത് ഇറ്റ് മേ ഓർ മേ നോട്ട് റൈസ് ഫ്യൂച്ചർ ഫോർ പേയ്മെന്റ് ഓഫ് മണി. അത് ഒരു പോസിബിൾ ലയബിലിറ്റി ആണ്, അത് അൺസർട്ടൈൻ ആണ്. അത്തരത്തിലുള്ള ലയബിലിറ്റീസിന്റെ കേസാണ് കണ്ടീജന്റ് ലയബിലിറ്റി എന്ന് പറയുക. കണ്ടീജന്റ് ലയബിലിറ്റീസിന്റെ കേസിൽ
ഓഡിറ്റർ എന്ത് ചെയ്യണം, സർട്ടിഫൈഡ് ലിസ്റ്റ് ഫ്രം മാനേജ്മെന്റ്, അതിന്റെ ലിസ്റ്റ് എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം. അതിന് വേരിയസ് കണ്ടീജന്റ് ലയബിലിറ്റീസ് ലിസ്റ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആസ് ഫാർ ആസ് പോസിബിൾ ഓഡിറ്റർ ഷുഡ് എക്സാമിൻ ദി എമൗണ്ട് ഓഫ് ഈച്ച് ലയബിലിറ്റി വിത്ത് ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കണം. പ്രോപ്പർ പ്രൊവിഷൻ ഹാസ് ബീൻ മെയ്ഡ് നോട്ട് സാറ്റിസ്ഫൈ, പ്രൊവിഷൻ മെയ്ഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. പ്രൊവിഷൻ മെയ്ഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് റിപ്പോർട്ട് ചെയ്യണം. കണ്ടിജന്റ് ലയബിലിറ്റി എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ see that is liability shown in the balance sheet ഒരു നോട്ടായിട്ട് ലയബിലിറ്റി സൈഡിൽ നോട്ടായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇത്രയാണ് ഇതിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്.